ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതായത് എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ ആക്ഷൻ കൊണ്ട് തേർഡ് പാർട്ടീസിന്, അത് മറ്റ് ജനങ്ങൾക്കാകാം അല്ലെന്നുണ്ടെങ്കിൽ സൊസൈറ്റിക്കാകാം, തേർഡ് പാർട്ടീസിന് ഉണ്ടാകുന്ന ബെനിഫിറ്റോ അല്ലെന്നുണ്ടെങ്കിൽ കോസ്റ്റോ, നല്ല വശമോ ദോഷവശമോ ആണ് ഈ എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രൊഡക്ഷനിലും ഉണ്ടാകാം, കൺസംഷനിലും ഉണ്ടാകാം. ഇതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. എക്സ്റ്റേണാലിറ്റീസ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ. നമുക്ക് ആദ്യം എക്സ്റ്റേണാലിറ്റീസ് എന്താണെന്ന് നോക്കാം. എക്സ്റ്റേണാലിറ്റീസ് ഒക്കർ വെൻ ദ ആക്ഷൻസ് ഓഫ് കൺസ്യൂമർ ഓർ പ്രൊഡ്യൂസേഴ്സ്, ഒരു കൺസ്യൂമറിൻ്റെയോ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിൻ്റെയോ ആക്ഷൻസ് തേർഡ് പാർട്ടീസിനെ, അതായത് ഈ രണ്ടുപേരും അല്ലാതെ മറ്റു ആൾക്കാരെ ബാധിക്കുമ്പോഴാണ് അത് ചിലപ്പോൾ പോസിറ്റീവായിട്ട് ആയിരിക്കാൻ ബാധിക്കുന്നത്, നെഗറ്റീവായിട്ടായിരിക്കാൻ ബാധിക്കുന്നത്. ഇങ്ങനെ ബാധിക്കുമ്പോഴാണ് അവിടെ എക്സ്റ്റേണാലിറ്റീസ് ഉണ്ടെന്ന് പറയുന്നത്. ഓക്കെ, അതായത് വിത്തൗട്ട് കോമ്പൻസേഷൻ, ബാധിക്കുന്ന എന്താണോ ബാധിക്കപ്പെട്ടത് അവർക്ക് കോമ്പൻസേറ്റ് ചെയ്യാതെ ഈ എഫക്റ്റ് മാത്രം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആണിത്. ഓക്കെ, അപ്പോൾ ദീസ് എഫക്ട് ക്യാൻ ബി പോസിറ്റീവ് എന്ന് ഇപ്പോൾ പറഞ്ഞ പോലെ അത് പോസിറ്റീവ് എഫക്ട്സ് ആവാം. ഈ പോസിറ്റീവ് എഫക്ട്സിനെ ബെനിഫിറ്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറയാം. നെഗറ്റീവ് എഫക്ട്സിനെ കോസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ക്യാൻ റൈസ് ഇൻ ബോത്ത് കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ. അത് കൺസംഷനിലും പ്രൊഡക്ഷനിലും ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ എന്തൊക്കെയാണിതെന്നാണ് പറയാൻ പോകുന്നത്. നമുക്ക് ആദ്യം കൺസംഷനുള്ള എക്സ്റ്റേണാലിറ്റീസ് നോക്കാം. എക്സ്റ്റേണാലിറ്റീസ് ഇൻ കൺസംഷൻ, ഇതിൽ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. നമുക്ക് ആദ്യം പോസിറ്റീവ് നോക്കാം. പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് ഓഫ് കൺസംഷൻ. അതിൽ ആദ്യത്തേത്, ദീസ് ഒക്കർ വെൻ കൺസ്യൂമിങ് എ ഗുഡ് ഓർ സർവീസ് ബെനിഫിറ്റ്സ് അതേഴ്സ്. അതായത് ഒരു സാധനമോ സേവനമോ ഒരു കൺസ്യൂമർ കൺസ്യൂം ചെയ്യുമ്പോഴത്തേക്ക് അത് മറ്റുള്ളവർക്ക് കൂടെ ബെനിഫിറ്റ് ആയിട്ട് വന്നാലാണ് ഇത് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് ഇൻ കൺസംഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം, എഡ്യൂക്കേഷൻ. അപ്പോൾ ഒരാൾ എഡ്യൂക്കേറ്റഡ് ആകുമ്പോഴത്തേക്ക് അത് എങ്ങനെയാണ് പോസിറ്റീവായിട്ട് മാറുന്നത്? ക്രിയേറ്റ്സ് എ മോർ ഇൻഫോംഡ് സൊസൈറ്റി. കൂടുതൽ അറിവുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് വാക്സിനേഷൻ. വാക്സിനേഷൻ എടുക്കുമ്പോഴത്തേക്ക് അതൊരു കൺസംഷൻ ആണ്. ഇത് എങ്ങനെ പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ആയിട്ട് മാറുന്നു? റെഡ്യൂസസ് സ്പ്രെഡ് ഓഫ് ഡിസീസസ്, അതായത് രോഗം പടരുന്നത് തടയുന്നു. ഓക്കെ, അടുത്തത് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ആണ്. കൂടുതൽ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാഫിക് കൺജഷൻ കുറയുന്നു. ഓക്കെ, ഇതാണ് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് വരുന്നത് ഇതിൽ കൺസംഷൻ്റെ കാര്യത്തിൽ. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് പ്രൈവറ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ സോഷ്യൽ ബെനിഫിറ്റ് ആണ്. ഓക്കെ, അതായത് ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വലിന് കിട്ടുന്ന ബെനിഫിറ്റ് സോഷ്യൽ ബെനിഫിറ്റിനെക്കാട്ടി കുറവാകുന്ന സിറ്റുവേഷൻ ആണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്നത്. അപ്പം സൊസൈറ്റി ഗെയിൻസ് മോർ ദാൻ ദ ഇൻഡിവിജ്വൽ കൺസ്യൂമർ റിയലൈസസ്. അതായത് കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ അപ്പം അത് ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമർ തിരിച്ചറിയുന്നതിനെക്കാട്ടിലും കൂടുതൽ സൊസൈറ്റിക്ക് ഗുണമുണ്ടാകുന്ന കാര്യമാണ് ഈ പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീസിൽ വരുന്നത്. നമുക്കിനി അടുത്തത് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് ഓഫ് കൺസംഷൻ നോക്കാം. അതായത് കൺസംഷൻ, നേരത്തെ പറഞ്ഞ കൺസംഷൻ കൊണ്ടുള്ള പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് ആണ്. ഇനി എന്തെങ്കിലും നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് ഉണ്ടോ എന്ന് നോക്കാം. ദീസ് ഒക്കെ വെൻ കൺസംഷൻ ഇമ്പോസസ് കോസ്റ്റ് ഓൺ അതേഴ്സ്. അതായത് മറ്റുള്ളവരിൽ കോസ്റ്റ്, ഇൻട്രൊഡക്ഷൻ പറഞ്ഞ പോലെ മറ്റുള്ളവരിൽ ഒരു സാധനം നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോഴത്തേക്ക് മറ്റുള്ളവരിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് എന്തെങ്കിലും ബാധിക്കുകയാണെങ്കിൽ അതിനെയാണ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം, സ്മോക്കിംഗ്. അത് ഉപയോഗിക്കുന്ന ആൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, പക്ഷേ ഹാംസ് പാസീവ് സ്മോക്കേഴ്സ്. പാസീവ് സ്മോക്കേഴ്സിനെ ഇത് ഹാനികരമായി ബാധിക്കും. ഓക്കെ, അടുത്ത ആൾക്കഹോൾ കൺസംഷൻ ആണെങ്കിലും അങ്ങനെ തന്നെ ആക്സിഡൻസ് ഉണ്ടാക്കും, പബ്ലിക് ഡിസോർഡർ ഉണ്ടാക്കും. അല്ലേ, ലൗഡ് മ്യൂസിക് ആണെന്നുണ്ടെങ്കിൽ ഇട്ട് കേൾക്കുന്നവർക്ക് ഓക്കെ, പക്ഷേ ബാക്കിയുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന, അയൽക്കാരെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സമ്പ്രദായമാണിത്. ഓക്കെ, അപ്പം ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത് പ്രൈവറ്റ് കോസ്റ്റ് ഈസ് ലെസ് ദാൻ സോഷ്യൽ കോസ്റ്റ്. പ്രൈവറ്റ് കോസ്റ്റ് എന്ന് വെച്ചാൽ സോഷ്യൽ കോസ്റ്റിനെക്കാട്ടിലും ലെസ്സായിട്ട് കുറഞ്ഞു വരുന്നൊരവസ്ഥ. എന്തുകൊണ്ടാണ്? കൺസ്യൂമേഴ്സ് ഇഗ്നോർ ഹാം കോസ്റ്റ് ടു അതേഴ്സ്. മനസ്സിലായി? ഇതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. കൺസ്യൂമേഴ്സ് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ഹാം ഇഗ്നോർ ചെയ്യുന്നു. ഞാനിത് ചെയ്യുമ്പോഴത്തേക്ക് മറ്റുള്ളവർക്ക് ഉപദ്രവമായിട്ട് വരുന്നു എന്ന് അറിയുന്നില്ല. അതാണ് എൻ്റെ എക്സ്പ്ലനേഷനിൽ വരുന്നത്. ഇനി നമുക്ക് എക്സ്റ്റേണാലിറ്റീസ് ഇൻ പ്രൊഡക്ഷൻ നോക്കാം. പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന എക്സ്റ്റേണാലിറ്റീസ്, അതായത് എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് അപ്പോഴും പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീസും നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസും ഉണ്ടാകും. അത് നമുക്ക് പോസിറ്റീവ് നോക്കാം. അത് ദീസ് ഒക്കർ വെൻ പ്രൊഡക്ഷൻ ബെനിഫിറ്റ്സ് തേർഡ് പാർട്ടീസ്. അതായത് തേർഡ് പാർട്ടീസിനെ എന്തെങ്കിലും പ്രൊഡക്ഷൻ ബെനിഫിറ്റ് ചെയ്യുമ്പോഴാണ് അത് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് ഉണ്ടാകുന്നത്. ഉദാഹരണം, എ ഫേം ട്രെയിനിങ് വർക്കേഴ്സ്. ഒരു ഫേം വർക്കേഴ്സിനെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോഴത്തേക്ക് അവിടെ ഉണ്ടാകുന്ന അപ്പോൾ ഒരു പ്രൊഡക്ഷനാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ട്രെയിൻ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇംപ്രൂവ്സ് വർക്ക് ഫോഴ്സ് സ്കിൽസ്. വർക്ക് ഫോഴ്സിൻ്റെ സ്കില്ല് അവിടെ ഇമ്പ്രൂവ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത പ്രൊഡക്ഷൻ എന്താണ്? റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു പ്രൊഡക്ഷനിൽ വരുന്ന, ടെക്നിക്കലി ഒരു പ്രൊഡക്ഷനായിട്ട് വരുന്നതാണത്. അപ്പം അടുത്തത്, അതായത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ടെക്നോളജിക്കൽ സ്പിൽ ഓവേഴ്സ് ഉണ്ടാവുന്നു. കൂടുതൽ എന്താണ്, ടെക്നോളജി ഡെവലപ്പ് ആവുന്നു ആ ഒരു കൺട്രിയിൽ. അടുത്തത് ബീ കീപ്പിംഗ്. ബീ കീപ്പിംഗ് വെച്ചാൽ തേനീച്ചകളെ വളർത്തുമ്പോഴത്തേക്ക് കൂടുതൽ പരാഗണം നടക്കുന്നത്, പോളിനേഷൻ നടക്കുകയും ഫാർമേഴ്സിനെ ബെനിഫിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് പറയാവുന്നത് പ്രൈവറ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് സോഷ്യൽ ബെനിഫിറ്റെക്കാട്ടിലും കുറവാണ്. പ്രൈവറ്റ് ബെനിഫിറ്റ് ഈസ് ലെസ് ദാൻ സോഷ്യൽ ബെനിഫിറ്റ്. ഓക്കെ, അതായത് സൊസൈറ്റി ബെനിഫിറ്റ്സ് മോർ ദാൻ ദ ഫേം റിസീവ്സ്. അതായത്
ഫേം റിസീവ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ബെനിഫിറ്റ് പ്രൊഡക്ഷനിലൂടെ സൊസൈറ്റിക്ക് ഉണ്ടാകുന്നു. അടുത്തത് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. പ്രൊഡക്ഷൻ മൂലം ഉണ്ടാകുന്ന നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്റ്റേണാലിറ്റീസ്. അതായത് ദീസ് ഒക്കർ വെൻ പ്രൊഡക്ഷൻ ഇമ്പോസസ് കോസ്റ്റ് ഓൺ അതേഴ്സ്. അതായത് ഒരു പ്രൊഡക്ഷൻ നടക്കുമ്പോഴത്തേക്ക് മറ്റുള്ളവർ സൊസൈറ്റിയുടെ മേൽ ഒരു കോസ്റ്റ്, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് വന്നാൽ അതാണ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാക്ടറി പൊല്യൂഷൻ. ഫാക്ടറിയിൽ പ്രൊഡക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ ഫാക്ടറി പ്രൊഡക്ഷൻ നടക്കുമ്പോഴത്തേക്ക് അവിടെ പൊല്യൂഷൻ ഉണ്ടാകുന്നു. അങ്ങനെ ഈ പൊല്യൂഷൻ ഹാംസ് ഹെൽത്ത്, എൻവയോൺമെൻറ്റ്, പരിസ്ഥിതിയെയും ബാധിക്കുന്നു, ആരോഗ്യത്തെയും, അത് സൊസൈറ്റിയുടെ ജനങ്ങളുടെ ആരോഗ്യത്തെയും ബാധിക്കുന്നു. അടുത്തത് നോയ്സ് ഫ്രം ഇൻഡസ്ട്രീസ്. ഇൻഡസ്ട്രീസിൽ പ്രൊഡക്ഷൻ നടക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് നോയ്സ് ഉണ്ടാകുന്നു, അത് കമ്മ്യൂണിറ്റീസിനെ ഡിസ്റ്റർബ് ചെയ്യുന്നു. ഓക്കെ. അടുത്തത് വാട്ടർ കണ്ടാമിനേഷൻ. അതായത് ജലം മലിനമാകുമ്പോഴത്തേക്ക് അഗ്രികൾച്ചറിനെ ബാധിക്കുന്നു, ഹൗസ് ഹോൾഡിനെയും, അതായത് വീട്ടുകാരെ, അതായത് നമ്മൾ ആ ജലം കൺസ്യൂം ചെയ്യുന്ന എല്ലാവരെയും അത് ബാധിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ എക്സ്പ്ലനേഷൻ വരുന്നത് പ്രൈവറ്റ് കോസ്റ്റ് ഈസ് ലെസ് ദാൻ സോഷ്യൽ കോസ്റ്റ്. സോഷ്യൽ കോസ്റ്റിനെക്കാട്ടിലും കുറവാണ് പ്രൈവറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഫേംസ് ഇഗ്നോർ എക്സ്റ്റേണൽ കോസ്റ്റ്. അതായത് ഫേം എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? എക്സ്റ്റേണൽ കോസ്റ്റ് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർ പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്തു പോകും. ഈ കോസ്റ്റിനെ കുറിച്ച് അവർ ബോധേഡാവുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കമ്പാരിസൺ നോക്കാം. അത് ടൈപ്പ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് കൺസംഷനിലാണ് വരുന്നത്. കൺസംഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റിയിൽ അണ്ടർ കൺസംഷനാണ് വരുന്നത്. ഓക്കെ. നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണെന്നുണ്ടെങ്കിൽ ഓവർ കൺസംഷൻ വരുന്നുണ്ട്. ഓക്കെ. അത് അധികമായിട്ട് ആൾക്കാർ കൺസ്യൂം ചെയ്യുന്നുണ്ട്. പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി അണ്ടർ കൺസംഷൻ ആണ്. ഓക്കെ. അതായത് അത് എന്താണ്, ആവശ്യത്തിന് ആൾക്കാർ കൺസ്യൂം ചെയ്ത് വരുമ്പോഴത്തേക്കാണ് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി. ഓക്കെ. അടുത്തത് പ്രൊഡക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊഡക്ഷൻ്റെയും കൺസംഷൻ്റെയും കാര്യങ്ങളിലാണ് പറയുന്നത് കേട്ടോ. പ്രൊഡക്ഷനിലാണെന്നുണ്ടെങ്കിൽ അണ്ടർ പ്രൊഡക്ഷൻ ആണ്. പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി അണ്ടർ പ്രൊഡക്ഷൻ ആണ്. ഓക്കെ. നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത് ഓവർ പ്രൊഡക്ഷൻ വരുമ്പോഴത്തേക്കാണ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി വരുന്നത്. ഓക്കെ. നമുക്ക് കോമൺ സെൻസ് വെച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കീ ഇഷ്യൂ എന്ന് പറയുന്നത്, പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റിയുടെ കീ ഇഷ്യൂ എന്ന് പറയുന്നത് സോഷ്യൽ ബെനിഫിറ്റ് ഇഗ്നോർ ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ സോഷ്യൽ കോസ്റ്റ് ഇഗ്നോർ ചെയ്യുന്നതാണ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിയുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.